This video sponsored by EduQuest. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. ഇന്നലെയാണ് ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശിനും ആദ്യത്തെ കൺമണി പിറന്നത്. 5-ാം മാസത്തിൽ ചെന്നൈയിൽ വെച്ച് ഹസ്തരേഖ നോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആൺകുഞ്ഞാണ് ദിയയ്ക്കും അശ്വിനും ജനിച്ചത്. കേരളം അടുക്കി വാഴുന്ന അയ്യപ്പസ്വാമി ആൺകുഞ്ഞിൻ്റെ രൂപത്തിൽ പിറക്കുമെന്നാണ് ദിയയോട് കൈനോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞത്. അന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനെയൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നുവെന്നാണ് ദിയ പറഞ്ഞത്. ഇന്നലെ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നുവെന്ന് കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചപ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കൈനോട്ടക്കാരൻ്റെ പ്രവചനങ്ങളാണ്. ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്ര ദിയയും അശ്വിനും നടത്തി. വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ജെൻഡർ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ അത്തരം പരിശോധനകളൊന്നും തന്നെ ദിയ നടത്തിയിരുന്നില്ല. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈനീട്ടി വാങ്ങുക, അതിനും അപ്പുറം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നത് മാത്രമായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ തന്നെയാണ് ദിയക്ക് ലഭിച്ചത്. ദിയയുടെ ബേബി ഷവർ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചതും ആൺകുഞ്ഞ് തന്നെയാണെന്നാണ്. ആരാധകരുടെ ഗസ്സും സത്യമായി. ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നു കാണാനാണ് ആഗ്രഹമെന്നാണ് സിന്ധുവിൻ്റെ അമ്മയും പറഞ്ഞത്. ഗേൾസ് ഗ്യാങ്ങിലേക്ക് ആൺതരി വന്നാലുള്ള സന്തോഷം മറ്റൊന്നാകുമെന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. കുഞ്ഞിൻ്റെ ജനന തീയതിക്കും പ്രത്യേകതയുണ്ട്. ജൂലൈ 5-നാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ദിയയുടെ പിറന്നാൾ മെയ് 5-നാണ്. ദിയ അശ്വിൻ വിവാഹം നടന്നത് സെപ്റ്റംബർ 5-നാണ്. ഇപ്പോഴിതാ കുഞ്ഞും ഒരു 5-ാം തീയതിയാണ് പിറന്നിരിക്കുന്നത്. 5 എന്ന നമ്പർ ഓരോ വർഷം കഴിയുന്തോറും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ്. പ്രസവ തീയതിക്ക് ഒരു ദിവസം മുമ്പാണ് ദിയ അഡ്മിറ്റായത്. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയത്. ഓമി എന്നാണ് ഓസിയുടെ മോനെ വിളിക്കുന്നത്.